സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നെപ്പോട്ടിസം എന്താണ് നെപ്പോട്ടിസം? സ്വന്തം ബന്ധത്തിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് നിയമനം കൊടുക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ബന്ധുക്കളെ കൂടെ നിർത്തുന്ന ഒരു പരിപാടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നെപ്പോട്ടിസത്തിനെ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. അതായത് ഇപ്പം ഞാനൊരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഞാനൊരു MLA യോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരന് ഒരു സ്ഥാനം വേണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടോ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടോ ഒക്കെ ഞാനൊരു സ്ഥാനം അങ്ങോട്ട് കൊടുക്കുന്നു. അത് PSC ഒന്നും എഴുതിയിട്ട് വേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലൊന്നും വരണമെന്നില്ല. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് എൻ്റെ ഒരു സ്റ്റാഫായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞൊരു നിയമനം, ബന്ധു നിയമനം എന്നൊക്കെ പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പിണറായി വിജയനെതിരെ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം എന്താണ്? മുഹമ്മദ് റിയാസിൻ്റെ പേര് തന്നെയാണ്, അല്ലേ? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പിണറായി വിജയൻ്റെ മരുമകനാണെന്നും മരുമകൻ്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് മെഴുകിയ ഒരു സംഘിപുത്രനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ നമുക്കറിയാം. അതേസമയം ഈ രാജീവ് ചന്ദ്രശേഖർ മാറി നിൽക്കട്ടെ, കോൺഗ്രസിലുള്ള അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ആളുകൾ എന്താണ് പറഞ്ഞത്? പിൻവാതിൽ നിയമനം, അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ഇത്രയും റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ അല്ലെ റാങ്ക് ഹോൾഡേഴ്സ് വെയിറ്റിങ്ങിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് വൃത്തികേടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സമരവും വലിയ പ്രശ്നങ്ങളൊക്കെ പ്രതിഷേധമൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ മന്ത്രിസഭ വന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഈ നാട്ടിൽ ഭരണപക്ഷമായിട്ട് വന്ന സമയത്ത് എന്താണ് നമ്മൾ കണ്ടത്? കരുണാകരൻ്റെ മകനടക്കമുള്ള അല്ലെങ്കിൽ കുറേ ആളുകൾ, നമുക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒന്നും രണ്ടും പേരല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത്, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പേരെയാണ് നിയമിച്ചെങ്കിൽ ഇന്ന് 10ഉം 15ഉം മുകളിൽ ആളുകളെയാണ് ഇവർ ബന്ധുക്കൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന നെപ്പോട്ടിസം പോലെ ഇവർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളെ എല്ലാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ നിയമിച്ച എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അതായത് ഈ PSC എഴുതിയിട്ട് വന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് സമരത്തിനൊക്കെ ഇറങ്ങിയിരിക്കുന്ന, ജോലി കിട്ടാതെ ഇപ്പോഴും വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും അവസരം കൊടുക്കാത്തതിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കോ മുഖ്യധാര മാധ്യമ പാപ്പരാസികൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, വലിയ അപരാധമായിട്ടൊക്കെ ആയിരുന്നു ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പിണറായി വിജയനെതിരെ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ ഇവർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ പറയുന്ന മന്ത്രിസഭ വന്നപ്പോൾ ഇവരുടെ എല്ലാ ബന്ധുക്കൾക്കും സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പണ്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മകന് സ്ഥാനം കൊടുക്കുന്നു, എന്നിട്ടും ചാണ്ടിയുമ്മ കൊടുത്തിട്ടില്ല. അത് വേറൊരു കാര്യമാണ്, എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്ത, അതായത് നമ്മുടെ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത കണ്ടിരിക്കുന്നത്. അത് പങ്കുവച്ചിരിക്കുന്നത് റിപ്പോർട്ടർ TV ആണ്. വേറെ ആരും അങ്ങനെ അതിനെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. റിപ്പോർട്ടർ ചാനൽ കൃത്യമായിട്ടുള്ള മാത്തുസിജി കൃത്യമായിട്ടുള്ള രീതിയിൽ ആ വാർത്ത അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരു വാർത്ത നമുക്ക് കണ്ടു നോക്കാം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരിയുടെ ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചു. DCC ജനറൽ സെക്രട്ടറിയും ഉളിക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ബെന്നി തോമസ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം കോൺഗ്രസ് നൽകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമനം? മാധു, ഈ ഘട്ടം വരെയും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനോ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ മുതിർന്നിട്ടില്ല. പക്ഷേ പേഴ്സണൽ സ്റ്റാഫിൽ സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള വിമർശനം ഇപ്പോൾ പല മേഖലയിൽ നിന്നും ഉയരുകയാണ്. വൈദ്യുതി മന്ത്രിയായി സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ പേഴ്സണൽ സ്റ്റാഫുകളെ ഒന്നും തന്നെ ആ ഘട്ടത്തിൽ നിയമിച്ചിരുന്നില്ല. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. അതിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയാണ് സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ നിയമിച്ചിരിക്കുന്നത് ബെന്നി തോമസ് DCC സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം അനൌദ്യോഗികമായി പറയുന്നത് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാൾ ആരുടെയെങ്കിലും ബന്ധുവായി എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇത്തരം ഒരു നിയമനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. എന്നാൽ മറിച്ച അല്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ബന്ധു, പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാളൊരു ബന്ധുവാണ് എന്നതിൻ്റെ പേരിൽ എങ്ങനെയാണ് വിമർശിക്കാൻ പറ്റുന്നതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നല്ല സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് വന്ന് വെള്ളയിട്ട് നിന്നൊരു മനുഷ്യനല്ല. അപ്പോൾ അങ്ങനെ അയാളെ ടൂറിസം വകുപ്പ് ഏൽപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അയാളെ നിയമിച്ച സമയത്ത് അയാൾ ഒരു എലിജിബിലിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അല്ലാതെ ഇങ്ങനെ ബന്ധു ആയതുകൊണ്ടോ സഹോദരിയുടെ ഭർത്താവ് ആയതുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല. അപ്പം അങ്ങനെ നിയമിച്ചപ്പോൾ മരുമക്കത്തായം അല്ലെങ്കിൽ മരുമകനെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിരുന്നു, മരുമകനെ വെച്ചുകൊണ്ട് കളിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനും മരുമകനും എല്ലാം കൂടി കിടന്ന് രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയത് എന്തിനായിരുന്നു? നിങ്ങളുടെ ആളുകൾ ചെയ്യുമ്പോൾ ആഹാ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിണറായി വിജയൻ്റെ ആളുകൾ ചെയ്താലോ ഓഹോ അവൻ അത്രയ്ക്കായോ എന്നുള്ളൊരു ചിന്താഗതി
ഈ ഡബിൾ ഫാദർ സിൻഡ്രം എന്നാണ് തുടങ്ങിയത്, അല്ല എന്നാണ് നിങ്ങൾ നിർത്തുക? അതാണ് എനിക്ക് ചോദിക്കുക. ഈ ഡബിൾ ഫാദർ സിൻഡ്രം നിങ്ങൾ നിർത്തുന്നത് എന്നാണെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്കിതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ ആളുകൾക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും സഹിക്കാനും കേൾക്കാനും കാണാനും എല്ലാം ഉള്ളൊരു ഒരു അവർക്ക് അങ്ങനെ അവർ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ കാര്യങ്ങളൊന്നും, അവരെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ രീതിയിലായിപ്പോയിട്ടുള്ള മരവാഴകളായി പോയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പലയിടങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അതിലേക്ക് പോവാം. അതിന് മുൻപ് ഇതിൻ്റെ ബാക്കി എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഇവരുടെ മെഴുകലുകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പരമായ രീതിയിൽ പരിശോധിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ അവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ തന്നെ നിയമിക്കുന്നത് ഒട്ടും നീതി നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നിയമപരമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും വലിയ വിവാദമായി ഇത് മാറുകയാണ്. സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ ബെന്നി തോമസിനെ, അതായത് സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ തന്നെ നിയമിച്ച് ഇന്നലെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊന്നും കാണാനോ ഇതൊന്നും ചർച്ച ചെയ്യാനോ ഒന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവില്ല. കാരണം അവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കെല്ലാം അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മതി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാനപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് കണ്ടൊരു പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതായത് പോസ്റ്റിലെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ജനം വോട്ട് ചെയ്തത് ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റാനല്ല, ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയാണ്, നടപടി മാറ്റത്തിന് വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യം. ഗീവർഗീസ് കൂർലോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് ഒരു കാലിൽ മന്ത് മാറ്റി വേറൊരു കാലിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. എല്ലാവരും കൂടി വിജയിപ്പിച്ച് വിട്ടതല്ലേ. വലിയ വികസന മാറ്റം വേണം, വലിയ ഭരണമാറ്റം വേണം, പിണറായി വിരുദ്ധത തകർക്കണം, അല്ല പിണറായി വിരുദ്ധത പരത്തണം, പിണറായിയെ തകർക്കണം, ഇടതുപക്ഷത്തിനെ തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ. എല്ലാ ആളുകളുടെയും വീടിൻ്റെ പടിക്കൽ വരെ കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങളെല്ലാവരും തീരുമാനത്തിലെത്തിയത്. എന്തായാലും പുതിയൊരു പാർട്ടി ഭരണത്തിൽ വന്നു, നമ്മൾ ഇനി അത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി കെട്ട ജനങ്ങളെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാ ലീഗുകാരും എല്ലാ നിയമസഭയിലും മന്ത്രിസഭയിലും എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഒരു വിരലിൻ്റെ തുമ്പിൽ മഷി പുരട്ടേണ്ടതിന് പകരം വിഷം പുരട്ടിയത് കൊണ്ട് തന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ നല്ല രീതിയിൽ മാറ്റി നിർത്താനായിട്ട് സാധിച്ചു. എന്നാൽ അതിനുശേഷം ആ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ മാറ്റി നിർത്തിയതിന് ശേഷം എന്ത് വികസനമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെ എന്ത് മാറ്റമാണ് ഈ ഭരണത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ഇവരെ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു കടന്നുവരവോടുകൂടി എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണോ പിണറായി വിജയൻ ചെയ്തു വെച്ചിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ മാത്രമേ ഇവരോട് സാധിക്കുന്നുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു കഴിവ് ഇവർക്കില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇടതുപക്ഷം തന്നെ ഇവിടെ വേണം. പിണറായി വിജയൻ എന്നല്ല, ഇടതുപക്ഷം തന്നെ ഇവിടെ വേണം. എങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാലും ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന കുറേ അണികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരവാഴകളുണ്ട്. ഇവരെല്ലാവരും പറയുന്നത് VDS സതീശനാണ് ശരിയെന്നാണ് പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? വികസനങ്ങളെ വെച്ചുകൊണ്ടല്ലേ. നമ്മൾ ഭരിക്കാനായിട്ടൊരു പാർട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നമുക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന, നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ പറയുക. അല്ലാതെ എപ്പോഴും ചിരിച്ചു കാണിച്ചുകൊണ്ട് മോനെ വാടാ, അച്ഛാ വാടാ, ചേട്ടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരാളിനെയാണോ നമുക്ക് വേണ്ടത്? നമ്മുടെ നാടിന് ആവശ്യം നമ്മുടെ നാടിൻ്റെ വികസനം ചെയ്യുന്ന, അല്ലെ നാട്ടിലെ ജനങ്ങളെ അറിയുന്ന, നാടിനെ അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്കെല്ലാം ആവശ്യം ചിരിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിനെ തന്നെയാണ്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആർക്കും ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ റോഡുകൾ നന്നായില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ചോറ് വെക്കാനായിട്ട് സാധനം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ വല്ലാത്തൊരു പുച്ഛം മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ എനിക്ക് വിഷമമെന്നോ അല്ലെങ്കിൽ സന്തോഷമെന്നോ ഒന്നുമില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ തന്നെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്നുള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ നമ്മളൊരു വാക്കുകൾ കേട്ടു. അവർ തന്നെ എടുത്തു പറയുകയാണ്, അവർ തന്നെയാണല്ലോ കൂടുതൽ ആളുകളും വോട്ട് ചെയ്തിരിക്കുന്നത്, അവർ തന്നെ എടുത്തു പറയുകയാണ് പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാം നമുക്ക് പരാതിപ്പെടേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങളിൽ നമുക്കറിയാം
എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളതുപോലെ ചില പ്രശ്നങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പം നമ്മുടെ എല്ലാ വീഡിയോസിനും മുൻപുണ്ടായിരുന്ന വീഡിയോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് പിണറായി വിജയനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എഴുതുന്നുണ്ട്. എന്നാൽ ഇതേ പിണറായി വിജയനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോസും അവൈലബിൾ ആണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും അതിന് RSS ആയാലും അതിനപ്പുറത്തേക്കുള്ള ഏത് തലമൂത്തപ്പന്മാർ വന്നാലും അവരെ നമ്മൾ വിമർശിക്കും. നല്ലത് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നല്ലതെന്ന് തന്നെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇരട്ടത്താപ്പ് എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ ജനം എന്ന രീതിയിൽ തന്നെയാണ് ഞാനും പ്രതികരിക്കുന്നത്. കാരണം ഇതിലെല്ലാം അവസ്ഥകൾ, ഇതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഞാനും നിങ്ങളും എല്ലാ ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഇന്നിപ്പോൾ ആരോഗ്യ മേഖല വളരെ ഫ്ലോപ്പാണ്. ഈ വിദ്യാഭ്യാസ മേഖല നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലോപ്പാണ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ അധികം ഫ്ലോപ്പാണ്. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരു പ്രശ്നവുമില്ല. അവരും ഓക്കെയാണ്. എന്തൊരവസ്ഥയൊക്കെയാണല്ലേ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.